ഹലോ, 2 ദിവസം മുമ്പ് എടുത്ത വ്ളോഗാട്ടോ. കുട്ടി വ്ളോഗാണ്. ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോഴായിരുന്നു അന്ന് എണീറ്റ് ലേറ്റ് ആയിപ്പോയി കേട്ടോ. വേണ്ടി വന്നപ്പോഴത്തേനും അമ്മ ദാ വിളക്കൊക്കെ കത്തിച്ചു. അമ്മ പ്രാർത്ഥിക്കാനുള്ള ഒരുക്കത്തിലാട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി പത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാമൻ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ എടുക്കാൻ പോയപ്പോൾ ബാലരമയുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞൊരു കവർ. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താ ഒരു കുട്ടി ഗിഫ്റ്റായിരുന്നു ബാലരമയുടെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ബാലരമ എന്നൊക്കെ വെച്ചാൽ നമ്മുടെ NS2 അല്ലേ, ചെറുപ്പത്തിൽ ഒത്തിരി തല്ലി പിടിച്ചിട്ടുള്ള സാധനമാണ്. നമ്മൾ വീട്ടിൽ വേറെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അടി പിടിക്കുന്ന കാര്യമാണ്. ബാലരമ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി എടുക്കാത്തവരാരാ ഉള്ളത്. ഇതൊക്കെ ഒരു NS2 ആണ്. എന്നാലും ഇവിടുത്തെ മാധവിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബാലരമ വായന. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാ ചായ വെച്ചു. പിന്നെ അതേ ചമ്മന്തിപ്പൊടി, ഇത് കടുക് വറുത്തെടുക്കുന്നത് കേട്ടോ. ചമ്മന്തി നമ്മൾ സാധാ ചമ്മന്തി അരച്ചിട്ട് കടുക് വറുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മാധവന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. എന്നിട്ട് ഇതാ റാഗി പുട്ടുപൊടി, എന്നിട്ട് അതൊന്ന് നനച്ചെടുക്കുക. ഇന്ന് രാവിലെ റാഗി പുട്ടാക്കാം. അവരുടെ വെറൈറ്റി മാറ്റി പിടിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ റാഗി പുട്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തേങ്ങ തോനെ ഇട്ടിട്ട് നമ്മളൊന്ന് ഞെവിടിയിട്ട് ഒന്ന് ജസ്റ്റ് പിന്നെ മാവൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത്തിരി കൂടും. കാരണം തേങ്ങയുടെ പാലം ഇറങ്ങുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കറിയൊന്നും വേണ്ട, ഞാനത് കറിയില്ലാതാണ് കഴിക്കണം. അപ്പം ഇവിടെ പിന്നെ ബാക്കിയുള്ളവർക്ക് പഴം മസ്റ്റാണ് കൂട്ടിൻ്റെ കൂടെ. അപ്പോൾ പിന്നെ പഴമോ എന്തെങ്കിലും പപ്പടമോ എന്തെങ്കിലും വേറെ കരുതും. അപ്പോൾ അതാ ചുവന്ന പഴമായിരുന്നു ഇന്ന് റാഗിപ്പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷനാണ്. അപ്പം അടിപൊളി ചൂട് പുട്ട് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ പഴവുമായിരുന്നു. ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമല്ലേ റാഗി. അപ്പോൾ രാവിലെ ഇന്ന് റാഗി പുട്ട് അങ്ങനെ ഉണ്ടാക്കി പഴവും കൂട്ടി എല്ലാവരും കഴിച്ചു. ഞാൻ പഴമില്ലാതെ കഴിച്ചു. എന്നിട്ട് ഇത് ചാള കറി രാവിലെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊഞ്ചുണ്ടായിരുന്നത് ഞാൻ കറിയിലിട്ടു. പിന്നെ അത് നങ്ക് വറുത്തത്, അതുപോലെ തന്നെ ചീനി പുഴുങ്ങി. അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീനിയായിരുന്നു, പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മീനൂസും കൂടെ നേരെ ജംഗ്ഷനിലേക്ക് വെച്ച് പിടിച്ചു. കാരണം പഴയ നേഴ്സിംഗ് സൂപ്രണ്ടാണ് കക്ഷി. അപ്പോൾ പെൻഷൻ കിട്ടിയ കയ്യിലൊരു പർച്ചേസ് ഉള്ളതല്ല മാസം, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ പോയി വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് വന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഊണ് കഴിക്കുന്ന സമയമായതുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അമ്മ കഴിഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി കുറച്ച് മീറ്റ് റോളും അതുപോലെ തന്നെ കട്ട്ലേറ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളായത് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ഒന്നും വാങ്ങിക്കൊടുക്കലൊന്നുമില്ല, മാസത്തിലൊന്ന്.